മസിനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, ബോണക്കാട് വഴി അഗസ്ത്യാർകൂടത്തിലേക്ക്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 2024 ജനുവരി 27 അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനായി പാസ് ലഭിക്കുകയും ഞങ്ങൾ ബോണക്കാടുള്ള പിക്കറ്റ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. വെരിഫിക്കേഷന് ശേഷം ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു. ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് 18 കിലോമീറ്റർ ആയിരുന്നു. പോകുന്ന വഴിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 18 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള നടത്തം കഴിഞ്ഞ് ബേസ് ക്യാമ്പിൽ എത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു കഞ്ഞിയുണ്ട്. അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആയിരുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് കവർ ചെയ്യേണ്ടത് ഇരുഭാഗത്തേക്കും 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കഠിനമായ ഒരു യാത്രയാണ്. വന്യമൃഗങ്ങളുള്ള ഘോരവനത്തിലൂടെ കിലോമീറ്ററുകൾ നീണ്ട കുത്തനെയുള്ള കയറ്റങ്ങളും റോപ്പും മറ്റും ഉപയോഗിച്ചിട്ടുള്ള മലകയറ്റവും കയറി നമ്മൾ മുകളിലെത്തിയാൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മക്കുറിപ്പ് തന്നെയായിരിക്കും. ബേസ് ക്യാമ്പിൽ നിന്നും രാവിലെ 7 മണിക്ക് പുറപ്പെട്ടാൽ 12 മണിക്ക് മുമ്പായിട്ട് ഏറ്റവും ടോപ്പിലെത്തണം. 12 മണിക്ക് ശേഷം മുകളിൽ ഉണ്ടാകുന്ന കനത്ത മൂടൽ മഞ്ഞ് നമ്മളുടെ തിരിച്ചിറങ്ങാനുള്ള വഴികളെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് എത്രയും വേഗം മല കയറി ഇറങ്ങാൻ അവർ ആവശ്യപ്പെടുന്നത്. അഗസ്ത്യാർകൂടത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഡാമുകൾ കാണാൻ സാധിക്കും. കനത്ത മഞ്ഞുള്ള സമയമാണെങ്കിൽ ഈ പറയുന്ന വ്യൂ ഒന്നും നമുക്ക് മുകളിൽ നിന്നും കാണാൻ സാധിക്കുകയില്ല. കേരള തമിഴ്നാട് ബോർഡറിലുള്ള അഗസ്ത്യാർകൂടത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളത്. അഗസ്ത്യമുനിയെ കാണാൻ വരുന്നത് മലയാളികളെക്കാൾ കൂടുതൽ തമിഴരാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക.